പള്ളിക്കകം ഡാൻസ് ചെയ്യാനുള്ള സ്ഥലമാണോ? അല്ല, അത് പ്രാർത്ഥനാലയമാണ്. കർത്താവ് ഇതൊന്നും കാണാതിരിക്കാൻ മറ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നവരാണ് അധികവും. ഇന്ന് പലയിടങ്ങളിലും ഒരു പുതിയ പ്രവണതയാണിത്. പള്ളിക്കകത്ത് സിനിമാറ്റിക് ഡാൻസുകളും പശ്ചാത്തല സംഗീതത്തോടെയുള്ള പ്രകടനങ്ങളും നടക്കുന്നു. ചിലർ ഇത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള മാർഗമാണെന്ന് പറയുമ്പോൾ, മറ്റു ചിലർ അത് ആരാധനാലയത്തിൻ്റെ പവിത്രതയെ ബാധിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം. പള്ളി എന്നത് ഒരു സാധാരണ ഓഡിറ്റോറിയമോ സ്റ്റേജോ അല്ല. അത് ദൈവസന്നിധിയാണ്. അവിടെ മനുഷ്യൻ തൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുകയും പ്രാർത്ഥിക്കുകയും ആത്മീയ സമാധാനം കണ്ടെത്തുകയും ചെയ്യേണ്ട സ്ഥലമാണ്. കലയും സംഗീതവും നൃത്തവും സമൂഹത്തിൽ വിലപ്പെട്ടവയാണ്. അവയ്ക്ക് അനുയോജ്യമായ വേദികളുമുണ്ട്. എന്നാൽ പള്ളിക്കകത്തെ ആരാധനാക്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിശുദ്ധത കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വിശ്വാസികൾക്കുണ്ട്. ആരാധനയെ മറികടന്ന് പ്രദർശനങ്ങൾക്ക് പ്രാധാന്യം നേടുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ എതിർക്കുന്നതല്ല, കലകളെ വില കുറച്ച് കാണുന്നതുമല്ല. മറിച്ച് ഓരോ കാര്യത്തിനും അതിൻ്റേതായ സ്ഥാനവും സമയവും ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. പള്ളി പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള വിശുദ്ധ ഇടമായി നിലനിൽക്കണം. ഈ വിഷയത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെയും സഭയുടെ മാർഗനിർദ്ദേശങ്ങളെയും പ്രാദേശിക ഇടവകയുടെ തീരുമാനങ്ങളെയും മാനിച്ചുകൊണ്ടും ഈ വിഷയത്തെ സമീപിക്കണം. പള്ളിയുടെ വിശുദ്ധത സംരക്ഷിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. പ്രാർത്ഥനയുടെ ഇടം പ്രാർത്ഥനയുടെ ഇടമായി തന്നെ നിലനിൽക്കട്ടെ.